ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പം ഞാൻ നമുക്കെപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു വണ്ടി എടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഓൾറെഡി എനിക്ക് ഒരു പഞ്ചുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഞാനൊരു വണ്ടി നമ്മളിപ്പോൾ എടുത്തത് i10 ആണ്. അത് 2008 മോഡലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഓക്കെ 2009 ജനുവരി 1 ഈ വണ്ടി ഇറങ്ങിയത്. അതായത് ഈ വണ്ടി പുറത്തിറങ്ങിയത് 2008 മോഡൽ 9 രജിസ്ട്രേഷനാണ്. ഈ i10 IRDE എഞ്ചിനാണ്. അതായത് അന്നെന്ന് പറഞ്ഞാൽ 1.1 പഴയ സാൻഡ്രോയുടെ സെയിം എൻജിൻ വെച്ചിട്ടുള്ള വണ്ടിയാണ്. പ്രതീക്ഷിച്ചാലും കൂടുതൽ ഈ വണ്ടിക്ക് പവറുണ്ട്. ഈ എൻജിനെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ IRDE എൻജിനാണ്. അതായത് ഇന്റലിജന്റ് റെസ്പോൺസീവ് ഡ്രൈവ് എൻജിൻ. അതായത് നല്ല റെസ്പോൺസ് കിട്ടുന്ന എൻജിനാണ്. പണ്ടത്തെ സാൻഡ്രോയിലൊക്കെ ഉള്ള സെയിം എൻജിനാണ്. അപ്പോൾ ഓരോ വാഹന നിർമ്മാതാക്കൾക്കും ഓരോ പ്രത്യേകതയുണ്ട് അല്ലേ. ഇപ്പോൾ മാരുതി നോക്കുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റായിട്ട് കൊണ്ടുപോയി നടക്കാം. അത്യാവശ്യം നല്ല എൻജിനാണ്. ടാറ്റ ആണെങ്കിൽ ആ ഒരു ബോഡി ഷെല്ല് ഇപ്പോൾ ഞാൻ പഞ്ച് ഓടിക്കുമ്പോഴൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ വാഹനത്തിൻ്റെ എൻജിൻ 18 വർഷം പഴക്കമുള്ള എൻജിനായിട്ടും കൂടി ഇതിനുള്ള ആ ഒരു പുള്ളിങ് ഉണ്ടല്ലോ, അത് എനിക്ക് ആ ടാറ്റയുടെ വാഹനം 1.2 ഓടിച്ചിട്ട് പോലും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വാസ്തവം തന്നെയാണ്. ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം തേർഡ് ഗിയറിൽ തന്നെ കയറ്റങ്ങളൊക്കെ 3 പേരെയൊക്കെ വെച്ചിട്ട് 4 പേരെയൊക്കെ വെച്ചിട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്താണ് ഈ വാഹനം. അതായത് ഇത്ര കിലോമീറ്റർ 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും ഈ വാഹനം അത്യാവശ്യം സ്മൂത്താണ്. ഇപ്പം ഞാൻ എടുത്തിട്ട് എനിക്ക് ചില പണികൾ വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും പണികൾ വന്നിട്ടില്ല എന്ന് പറയുന്നില്ല. അതായത് എനിക്ക് ഈ വണ്ടി ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ ഫ്യൂവൽ പമ്പിന് ചെറിയ കംപ്ലൈൻറ്റ്. അതായത് ഫ്യൂവൽ പമ്പിന് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം 2-3 പ്രാവശ്യം ക്രാങ്ക് ചെയ്തിട്ടാണ് ചിലപ്പോൾ ഇത് ഓൺ ആയിക്കൊണ്ടിരുന്നത്. അതായത് രാവിലെ എടുക്കുമ്പോൾ കുഴപ്പമില്ല. വൺസ് വാഹനം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ 2-3 പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ ക്രാങ്ക് ചെയ്തിട്ട് വേണം അത് ഓൺ ആകുകയുള്ളൂ. അപ്പോൾ അത് ആ ഒരു പ്രശ്നം വേണമെങ്കിൽ അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകണം. ഞാൻ പുറത്തുനിന്ന് അത് ഫ്യൂവൽ പമ്പ് മൊത്തമായിട്ടൊരു അസംബ്ലി ആയിട്ട് വരുന്ന ഫ്യൂവൽ പമ്പ് മൊത്തമായിട്ട് ഞാൻ 5,000 രൂപയ്ക്ക് മാറ്റി. അപ്പോൾ ഏറ്റവും പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഇങ്ങനെ വാഹനം എടുക്കുകയാണെങ്കിൽ പുതിയൊന്നും എടുക്കണം എന്നില്ല. ഇങ്ങനത്തെ ഒരു വാഹനം നിങ്ങൾ എടുക്കണേ. നമുക്കിപ്പം എപ്പോഴും എല്ലാവർക്കും പുതിയ വാഹനം എടുക്കാൻ പറ്റിക്കോണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വാഹനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് വാഹനമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോ ഒക്കെ പഠിക്കാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് മാർക്കറ്റ് ഉണ്ട്, പൊളി മാർക്കറ്റ് ഉണ്ട്. അവിടെ ഒറിജിനൽ വാഹനത്തിൻ്റെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഈ ഒരു ഫ്യൂവൽ അസംബ്ലി മൊത്തമായിട്ട് ഫ്യൂവൽ സെറ്റ് മേടിച്ചപ്പോൾ എനിക്ക് 5,000 രൂപ ആയിട്ടുണ്ടായിരുന്നു. ആ സെയിം സാധനം നമ്മൾ ഈ പൊളി മാർക്കറ്റിൽ നിന്ന് 2,500 രൂപയ്ക്ക് ഒറിജിനൽ, അതായത് സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും, ഒറിജിനൽ വാഹനത്തിൻ്റെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്ന് കിട്ടും. അതായത് പുളി മാർക്കറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ മേടിച്ചത് പുറത്തുനിന്നാണ്. അതുകൊണ്ട് എനിക്ക് 5,000 ആയി. പക്ഷെ അത് ഒറിജിനൽ അല്ല. എങ്കിലും നമ്മുടെ ഈ ഒരു E20 പെട്രോളാണ് മെയിൻ ഇതിൻ്റെ വില്ലൻ. E20 പെട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പഴയ മോഡൽ വാഹനങ്ങൾക്കൊക്കെ ഈ അതിൻ്റെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കുറച്ച് ദ്രവിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. ബാറ്ററി പുതിയതായിരുന്നു. ബാറ്ററി ഡൈനാമോ സെയിം ഡൈനാമോ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു 8,500 രൂപയ്ക്കാവും. ഞാൻ പൊളി മാർക്കറ്റിൽ നിന്ന് മേടിച്ചപ്പോൾ എനിക്ക് 2,000 രൂപയായുള്ളൂ. അപ്പോൾ ഡൈനാമോ മാറ്റി, അതും ഇതിൻ്റെ കൂടെ ചെയ്തു. പിന്നെ ഈ വാഹനത്തിന് ഞാൻ ലോങ് പോയപ്പോൾ എനിക്കൊരു 15 വരെയൊക്കെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. സിറ്റിയിലൊക്കെയാണ് ഒരു 10-11 ആ ഒരു മൈലേജ് കിട്ടുകയുള്ളൂ. നമുക്ക് നിങ്ങൾക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയൊരു മികച്ച വാഹനം എന്ന് തന്നെ പറയാം. എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ആൾട്ടോക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ മൈലേജ് കുറച്ച് കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ആ വാഹനത്തിൻ്റെ തന്നെ അതിലും കുറച്ചും കൂടെ വീതി നീളമൊക്കെ ഉണ്ട്. പക്ഷേ സ്പേസ് നല്ലോണം, ഇന്റീരിയർ സ്പേസ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു വാഹനം മേടിക്കുകയാണെങ്കിൽ ഇത് എനിക്ക് എടുത്തപ്പോൾ 1,15,000 ആയി.
പിന്നെ 12 രൂപയുടെ ഒരു പണി വന്നു. അങ്ങനെ 1,27,000 രൂപയാണ്. പക്ഷേ ഈ ഒരു പ്രത്യേക വാഹനം ഓട്ടം കുറവായിരുന്നു. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് കറക്റ്റായിട്ടുള്ളൊരു കിലോമീറ്റർ ആണ്. 18 വർഷം ഈ വണ്ടിക്ക് പഴക്കമുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ വണ്ടിയുടെ സ്മൂത്താണ്. അതായത് ഗിയർ ഷിഫ്റ്റിങ്ങും വാഹനത്തിൻ്റെ ക്ലച്ച് ആണെങ്കിലും ഒക്കെ സ്മൂത്ത് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഞാൻ ഈ വാഹനം എടുത്തിട്ട് ഒരു 350 കിലോമീറ്ററാണ് ഓടിച്ചത്. ഇപ്പോൾ 4th ഗിയറിൽ 50 കിലോമീറ്റേഴ്സ്, 5th കടന്നു. 5th നിങ്ങൾക്ക് ഒരു 40 വരെയൊക്കെ, 40 മുതൽ പോകാം. ഞാനൊരു 40-50 കൂടുതൽ ഓടിക്കാറുള്ളത്. നമുക്കൊരു ഡിഫെൻസീവ് ഡ്രൈവിംഗ് ആണ് ഞാൻ കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം ചിലരൊക്കെ വാഹനം എടുത്ത് പുറത്തൂടെ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ റോഡാണെന്ന് വിചാരിക്കും, അയാളുടെ സ്വന്തം റോഡാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളെപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ പണ്ടത്തെ ഈ പരിചയമുള്ള ഡ്രൈവർമാരൊക്കെ അങ്ങനെയാണ് പോകുന്നത്. അതായത് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് പോവുക. നമ്മുടെ ഹാപ്പി ഹോർമോൺ സെറോട്ടോണിൻ വർദ്ധിക്കാൻ അത് കാരണമാകുക. നമ്മൾ സ്ട്രെസ് കൂട്ടാതെ ഓടിക്കായിരിക്കും നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും നല്ലത്. സ്ട്രെസ് കൂട്ടാതെ നിങ്ങൾ വാഹനം ഓടിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ചെറിയൊരു വാഹനത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇത് കുറച്ചും കൂടെ ഓടിച്ചു കഴിഞ്ഞിട്ട് ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ പറയാം. i10 1.1 ARDE എൻജിൻ. കാപ്പ എൻജിൻ വേറെ ഉണ്ട് 1.2. കാപ്പ എൻജിൻ കുറച്ചും കൂടെ പവർ കൂടുതൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഓടിച്ചിട്ടില്ല. 1.1 എൻജിൻ എനിക്ക് ആവശ്യത്തിന് പവർ കിട്ടുന്നുണ്ട്. കാരണം ഓവർടേക്ക് ചെയ്യാനും ഒക്കെ നല്ലൊരു വണ്ടിയായിട്ടാണ് തോന്നിയത്. പിന്നെ ഞാൻ എടുത്ത ആൾ നല്ല വിശ്വാസമുള്ളൊരു സെക്കൻഡ് ഹാൻഡ് ആൾ, നന്നായിട്ട് പിന്നെ നോക്കിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുകയൊക്കെ ചെയ്യാം. പത്രത്തിലുള്ള ഒരാളുടെ നിന്നാണ് നമ്മൾ വാഹനം എടുത്തത്. വളവാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ARDE എൻജിൻ ഉള്ള ഈ ഒരു i10 എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് വാഹനം നോക്കിയെടുക്കുക. നല്ല വണ്ടിയാണ്. ഞാൻ ഈ വാഹനത്തിൽ ഓട്ടം കുറവാണ്. അത്യാവശ്യം സിറ്റിയിലൂടെയൊക്കെ ഓടിക്കാൻ വേണ്ടിയാണ് ഈ വണ്ടി എടുത്തത്. മൈലേജ് തീരെ മോശമില്ലാത്ത മൈലേജ് കിട്ടും. ഞാനിപ്പം ഇന്നിപ്പോൾ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാണ്. ഏകദേശം പെട്രോൾ അത്യാവശ്യം കാണുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു 12 മൈലേജ് എങ്ങനെയാലും കിട്ടും. മിനിമം 12-13 കിട്ടും. മാനുവൽ വാഹനമാണ്, ഓട്ടോമാറ്റിക് അല്ല. ഓട്ടോമാറ്റിക് 1.2 കാപ്പ എഞ്ചിനാണ് വരുന്നത്. സോ നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ ഈ i10ന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം. അതുപോലെ നമ്മുടെ പഞ്ചുണ്ട്, ഇപ്പോൾ i10 ഉണ്ട്. 2 വാഹനങ്ങളുടെ കൂടുതൽ വിശേഷമായിട്ട് വരാം. ഇനി ആരെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ മറ്റുള്ള ആളുകളുടെ റിവ്യൂ ആയിട്ട് വരാം. ഈ i10 ഉപയോഗിക്കുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. i10 ARDE എഞ്ചിൻ ഉപയോഗിക്കുന്നവർ താഴെ ഒന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ i10 കാപ്പ എഞ്ചിൻ ഉപയോഗിക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കാപ്പ ഓടിച്ച് നോക്കിയിട്ടില്ല. എനിക്കറിയാം ഇതിൽ കൂടുതൽ എന്തായാലും പവർ ഉണ്ടാവും കാപ്പ എഞ്ചിന്.